ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലാണ്. രാവിലെ ഇപ്പോൾ ഏകദേശം സമയം 8:08 കൊടൈക്കനാലിൽ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ സൈറ്റ് സീയിങ് ബസ്സൊക്കെ കിടപ്പുണ്ട്. ഇവിടെ സൈറ്റ് സീയിങ്ങിൻ്റെ ബസ്സിൽ കയറി നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോവാണ്. ഇവിടുന്ന് നമ്മുടെ ബസ് ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ചെറിയ ബസ്സുകളിലാണ് സൈറ്റ് സീയിങ്ങിന് പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ റെഡി ആവുകയാണ്. അപ്പോൾ ബസ്സിൽ കയറി നമ്മളിനി സൈറ്റ് സീയിങ്ങിനും പിന്നെ കുറച്ച് കാര്യങ്ങൾ കാണാനും അങ്ങനെയൊക്കെ പോയിട്ട് വരാം. അപ്പോൾ ഇനി സൈറ്റ് സീയിങ്ങിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. സൈറ്റ് സീയിങ്ങിന് ഈ കാറിലാണ് പോകുന്നത്. കുറേ പേര് ബസ്സിൽ പോയിട്ടുണ്ട്, ബാക്കി കുറച്ച് പേരുണ്ടായിരുന്നു അവർ. അപ്പോൾ ഞങ്ങൾ കാറിനാണ് പോകുന്നത്. നമ്മളിപ്പം സൂസൈഡ് പോയിൻ്റ് അവിടെയാണ് നിൽക്കുന്നത്. അതിനോടൊപ്പം ഇവിടെ ഒരു ഹോട്ടൽ പോലെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഫുഡൊക്കെ കഴിക്കണം. ആദ്യം ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഈ സൂസൈഡ് പോയിന്റിലേക്ക് പോകാം. നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോയെടുത്ത് ഫുഡ് ഇച്ചിരി ലാഗുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് കഴിച്ചില്ല. നമ്മുടെ ഫുഡ് ഓർഡർ എടുക്കുന്നേ ഉള്ളൂ, ഒന്നും ഉണ്ടാക്കി പെട്ടെന്ന് കിട്ടത്തില്ല. ലാഗാവും, നമുക്ക് സൈറ്റ് സീയിങ്ങിന് ടൈം വേസ്റ്റ് ആവും. അപ്പോഴത്തേക്കും നമ്മൾ ഇവിടുത്തെ ചോക്ലേറ്റ് ഷോപ്പിലൊക്കെ കയറി ചോക്ലേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ നോക്കുമായിരുന്നു. കാരണം ഇവിടുത്തെ സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇത് കഴിയുമ്പോൾ ഒത്തിരി കടകൾ അങ്ങോട്ടുണ്ട്, അവിടെയും കയറി ഇങ്ങനെ നോക്കാം. ഓരോന്ന് ഇങ്ങനെ കണ്ടു പോന്നു. അപ്പോൾ അവിടെ ഒരു കടയിൽ പപ്പായ്ക്ക് വിളിച്ച് പറഞ്ഞാൽ അവിടെ ഫുഡ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവാം. മാങ്ങയുടെ ഒക്കെ വലുപ്പം നോക്ക്. ഇതെന്ത് ഓമയ്ക്കായിരിക്കും അല്ലേ? അല്ല, ഓമയ്ക്ക, പൈനാപ്പിൾ, കപ്പലണ്ടി, ഇവിടെ ചോളം ആണ്ട്, ഇവിടെ ഇഡലി. ഇവിടെ വന്നിട്ടൊക്കെ ഇവിടെ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ശോകമാണ്. ഫുഡ് കൊടൈക്കനാലിൽ ഇവിടെ അല്ല, നമ്മൾ സൈറ്റ് സീയിങ്ങിന് വന്ന സ്ഥലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ മാത്രമേ ഇനി ഫുഡ് കിട്ടത്തുള്ളൂ. ഈ ഏരിയ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡ് നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ബ്രെഡ് ഓംലേറ്റും ഒക്കെ കിട്ടത്തുള്ളൂ. നമ്മൾ കേരളത്തിൽ നിന്നവർക്ക് ഇങ്ങനെ ബ്രെഡ് ഓംലേറ്റിൽ നിന്ന് നടക്കാൻ പറ്റത്തില്ല. കാരണം കുറേ ദിവസമായിട്ട് തമിഴ്നാട് അവിടെയൊക്കെ കറങ്ങി പൊട്ട ഫുഡ് മൊത്തം കഴിച്ച് കിടക്കുവാണ്. ഇന്നെങ്കിലും നല്ല ഫുഡ് കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് ഇങ്ങനെ നടക്കുവാണ്. ഇവിടെ ആണെങ്കിൽ ഇഡലി അങ്ങാണ്ട് ലൈവായിട്ട് കൊടുക്കുന്നുണ്ട്, അതെങ്കിലും വാങ്ങിച്ച് കഴിക്കണം. അതിനും ക്യൂ ആണ്, നോക്കാം. പ്ലേറ്റ് കിട്ടി, ഇനി ഫുഡിന് വെയിറ്റ് ചെയ്താൽ മതി. ഇവിടെ ക്യൂ ആണ് ഇഡലി വാങ്ങിക്കാൻ. കിട്ടിയാൽ മതിയല്ലേ? ഇഡലി കിട്ടി, ചട്നിക്കടി ഇവിടെ മതി. ഓക്കെ, അങ്ങനെ ഒരു ഇഡലിയെങ്കിലും കിട്ടി, 4 കിട്ടി. ഇനി ഇവിടെ അങ്ങനെ വെച്ചിരുന്ന് കഴിക്കാം. നല്ല ഉഗ്രം വെയിലുണ്ട്. കഴിച്ചിട്ട് ബാക്കി കാണാം. ഞാൻ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാണുന്നത്, ഇവിടെ ഈ കടയുടെ സൈഡിൽ തന്നെയായിട്ട് ഇവിടെ മന്തി വെക്കുവാണ്. ഈ ചേട്ടൻ ഇവിടെ മന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മന്തിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റൈസ് ഇട്ടിരിക്കുന്നു, ചിക്കൻ ഇട്ടിരിക്കുന്നു. ചേട്ടാ പേരെന്ത്? മന്തിയുടെ പേരെന്നെ അല്ല, ഉണ്ണൾക്ക് പേരെന്ത്? സുധാകരൻ. ഓണർ. ഞാൻ ഈ വീഡിയോ കഴിയുന്ന സമയത്തെ തമിഴൊക്കെ പറയുന്നുണ്ട്. അത് എനിക്ക് തമിഴെന്ന് അറിയത്തില്ല, അങ്ങനെ എന്നാലും കൊഞ്ചം തരും. അറിയാവുന്ന ഭാഷയിൽ നമ്മൾ പറയുക എന്നതിലാണ് കാര്യം. ചില നേരം തമിഴ് പറയുമ്പോൾ എന്നോട് ഇംഗ്ലീഷ് കയറി വരും, ചിലപ്പോൾ ഹിന്ദി കയറി വരും, മലയാളം കയറി വരും. അറിയാവുന്ന ഭാഷയിൽ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതിലാണ് കാര്യം. അപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലർ അതിൽ കുറേയൊക്കെ തെറ്റുകളൊക്കെ കാണും, അതൊക്കെ ക്ഷമിക്കണം കേട്ടോ. എല്ലാം ഒന്നും എനിക്കറിയത്തില്ല, നമ്മൾ ചെറുതായിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ക്ഷമിക്കണം, എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ക്ഷമിക്കണം കേട്ടോ. ചൂട് ചായയൊക്കെ കിട്ടി, ചായയൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഇവിടെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. നമ്മൾ ജഗ്ഗിലൊക്കെ വെച്ചേക്കുന്ന വെള്ളമാണെങ്കിലും എടുത്ത് കയ്യൊക്കെ കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ കുടിക്കുന്ന സമയത്തൊക്കെ കുടിക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ ഇവിടുത്തെ വാഷ് ബേസിലൊക്കെ വരുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, ടാപ്പ് ഇങ്ങനെ തുറക്കുമ്പോൾ തണുപ്പ് കാണും. ഫ്രീസറിലൊക്കെ വെച്ച് ഫുൾ തണുപ്പാക്കി വെച്ചേക്കുന്നതിനോടാണ്. ഈ സമയത്ത് ഈ സീസൺ നല്ല തണുപ്പുണ്ട്, എന്നാൽ തന്നെയും നല്ല തണുപ്പുണ്ട്. ബാക്കി കാര്യങ്ങളിലേക്ക് ഇനി പെരുക്കെ ഇനി സൈറ്റ് സീയിങ്ങിലേക്കൊക്കെ പോവാം. നമ്മൾ സൂസൈഡ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയാണിത്, ഭയങ്കര തിരക്കുണ്ട്. ഞാൻ മേളിൽ ചെന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം.
സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂസൈഡ് പോയിൻ്റാണ്. ഞാനിപ്പോൾ ഇങ്ങനെ സൂസൈഡ് പോയിൻ്റാണ്. അതിമനോഹരമായ വിഷ്വൽസ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കൊള്ളാം, കാണാനൊക്കെ ഒത്തിരി കാഴ്ചകളും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുരങ്ങന്മാരും ഒക്കെ കയറിയിരിപ്പുണ്ട്. കണ്ടോ, ആൾക്കാരെല്ലാം കയറുന്നുണ്ട്. കുരങ്ങന്മാർ ദോരിക്കുന്നു. ഇത് നോക്ക്, പിന്നെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വരുന്ന വഴി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ കയറി വരാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, ഇവിടെ വന്നു കഴിയുമ്പം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ അപ്പോൾ സൂസൈഡ് പോയിന്റിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടേക്ക് നമുക്ക് പോവാം.